ഡിയർ ഫ്രണ്ട്സ്, ഞാൻ മുകുന്ദപ്രസാദ്. ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ജ്വല്ലറി സെയിൽസ് കൂട്ടാനുള്ള 4 വഴികളാണ്. അതിൽ ഒന്നാമത്തെ മെത്തേഡാണ് പ്രോസ്പെക്റ്റീവ് മെത്തേഡ്. അതായത് പുതിയ കസ്റ്റമറിനെ കണ്ടെത്തി സെയിൽസ് ചെയ്യുന്ന മെത്തേഡാണ് ഇത്. അതിലേക്കായിട്ട് നമുക്ക് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അഡ്വർടൈസ്മെന്റ് എന്നിവയിലൂടെ നമുക്ക് പുതിയ കസ്റ്റമറിനെ കണ്ടെത്താൻ പറ്റാവുന്നതാണ്. ഇത് സാധാരണ എല്ലാവരും ചെയ്യുന്ന ഒരു മെത്തേഡാണ്. രണ്ടാമത്തെ മെത്തേഡാണ് റീപർച്ചേസിംഗ് മെത്തേഡ്. ഇതിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ എക്സിസ്റ്റിംഗ് കസ്റ്റമറിനെ കൊണ്ട് റീപർച്ചേസ് ചെയ്യിപ്പിക്കുക. അതിലേക്കായിട്ട് നമ്മൾ ചില ലോയൽറ്റി കാർഡ് അതെല്ലാം ഇഷ്യൂ ചെയ്യാം. അങ്ങനെ നമ്മൾക്ക് സെയിൽസ് ഇംപ്രൂവ് ചെയ്യാം. മൂന്നാമത്തെ മെത്തേഡാണ് അപ്സെല്ലിംഗ് ആൻഡ് ക്രോസ് സെല്ലിംഗ്. അപ്സെല്ലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കസ്റ്റമർ ഒരു 10,000 എമൗണ്ടിന്റെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ വന്നു കഴിഞ്ഞാൽ അവരെ കൊണ്ട് അതിലും കൂടുതൽ എമൗണ്ട് വാങ്ങിപ്പിക്കുന്നതാണ് അപ്സെല്ലിംഗ് എന്ന് പറയുന്നത്. ക്രോസ് സെല്ലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കസ്റ്റമർ ഗോൾഡിന്റെ നെക്ലസും ഇയറിംഗും വാങ്ങിക്കാൻ വന്നു. ആ കസ്റ്റമറെ കൊണ്ട് അതിന്റെ സെയിം മാച്ചിങ് ബ്രേസ്ലെറ്റും കൂടെ വാങ്ങിപ്പിക്കുന്നതാണ് ക്രോസ് സെല്ലിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് സെയിൽസ് ഇംപ്രൂവ് ആവും. നാലാമത്തെ മെത്തേഡാണ് റീ ആക്ടിവേറ്റിംഗ് മെത്തേഡ്. അതായത് ഒരു കസ്റ്റമർ സ്ഥിരമായിട്ട് നമ്മുടെ അടുത്ത് വാങ്ങിച്ചു കൊണ്ടിരുന്നാണ്. ഇപ്പോൾ ആ കസ്റ്റമർ നമ്മുടെ അടുത്ത് വാങ്ങിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു ടൈം നമ്മുടെ അടുത്ത് വാങ്ങിച്ചു പിന്നീട് വന്ന് വാങ്ങിച്ചിട്ടേ ഇല്ല. അങ്ങനെയുള്ള കസ്റ്റമേഴ്സിനെ റീ ആക്ടിവേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് ഇത്. ഈ 4 മെത്തേഡും നമ്മുടെ സ്റ്റോറിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഒരു സ്ട്രാറ്റജി ആവശ്യമാണ്. ഈ സ്ട്രാറ്റജിയോടെ നമ്മുടെ ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളുടെ സെയിൽസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക്സ്.